ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ഇഷിതയുടെ അച്ഛനും അമ്മയും കൂടി ഇരുന്ന് സംസാരിക്കുകയാണ്. നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ദൈവത്തോട് പറഞ്ഞാൽ മതി. അപ്പോൾ സുജി ചോദിക്കുകയാണ്, എന്താ അങ്ങളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഇഷിത ഇതുവരെയായിട്ടും എത്തിയില്ല എന്ന്, അവളെ വിളിച്ചിട്ട് ഫോൺ എടുക്കുന്നുമില്ല. എന്താ പ്രശ്നം ഏതാ പ്രശ്നമൊന്നും അറിയില്ല. ഞാൻ ഏതായാലും മെസ്സേജ് ഇട്ട് നോക്കട്ടെ, റിപ്ലൈ തരുമൊന്നും നോക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സുജി മെസ്സേജ് ഇടുകയാണ്. മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ സുജിക്ക് റിപ്ലൈ കൊടുക്കുകയാണ്. അതേ ടൈപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അയ്യോ ലേറ്റ് ആവുമെന്നാണല്ലോ പറയുന്നത്, ശരി വന്നോളും, ഇത് പേടിക്കാനൊന്നും ഇല്ലെന്നേ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുജി അവിടെ നിന്ന് പോവുകയാണ്. ഇവരും കിടക്കാനായിട്ട് പോവുക. ഇതേ സമയം തന്നെ ഇഷിതയെ കാത്തിരുന്ന് അവിടെ മഹേഷിൻ്റെ അച്ഛനും അമ്മയും ആകെ മടുത്തു. അപ്പോൾ മഹേഷിൻ്റെ അച്ഛൻ വന്ന് പറയുകയാണ്, ഇതുവരെയായിട്ടും അവൾ എത്തിയില്ലല്ലോ, ഇത് എന്ത് ചെയ്യും എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ, അവൾ വേറെ ആരെങ്കിലും ഒപ്പം കറങ്ങി നടക്കുന്നുണ്ടാവും, അവൾ ഒളിച്ചോടിയിട്ടുണ്ടാവും രാമായിനി, പിന്നെ ഒളിച്ചോടാനായിട്ട് പോകുന്നു, നീ ഒന്നും മിണ്ടാതിരിക്കുക, അങ്ങനെയൊന്നും ചെയ്യുന്ന കുട്ടിയല്ല അവൾ എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും അല്ലെങ്കിലും അവളുടെ സപ്പോർട്ടാണല്ലോ നിങ്ങൾ അവളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോഴാണ് മഹേഷ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മഹേഷിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ ചോദിച്ചപ്പോഴേക്കും ഇല്ല, ഇഷിതയെക്കുറിച്ച് ഒരു വിവരവും ഇല്ല, അവളെ നോക്കേണ്ട സ്ഥലത്തെല്ലാം നോക്കി, ഹോസ്പിറ്റലിലും ചെന്നിട്ടില്ല, എന്താ പ്രശ്നം ഏതാ പ്രശ്നമൊന്നും അറിയില്ല. പിന്നെ ഒരാളെ ഞാൻ കണ്ടായിരുന്നു ഇഷിതയെ കണ്ടെന്നും പറഞ്ഞുകൊണ്ട്. പക്ഷേ ഇഷിത ഒരു കോഫി ഹൗസിൽ ഒരു ചെറുപ്പക്കാരനുമായിട്ട് കോഫി കുടിച്ചിരിക്കുന്നതാണ് കണ്ടതെന്നാണ് അയാൾ പറഞ്ഞത്. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഈ മഹേഷിൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, അപ്പോഴേ പറഞ്ഞില്ലേ, അവൾ ആരെങ്കിലും ഒളിച്ചോടി പോയിട്ടുണ്ടാവുന്നു. ഇപ്പം എന്തായാലും ഞാൻ പറഞ്ഞതുപോലെയൊക്കെ തന്നെ സംഭവിച്ചില്ലേ. ഇനി എന്താ കണ്ടറിയാൻ പോകുന്നത് കേട്ടറിയുന്നത് നമുക്കറിയാം. ഇനി അവളെ കാത്തിരുന്നിട്ടൊന്നും യാതൊരു കാര്യമില്ല. ഇനി പോയി രാമൻ വാതിലടച്ചേക്ക്, നമുക്ക് കിടക്കാം, അവൾ വരുമ്പോൾ വരട്ടെ എന്നും പറഞ്ഞുകൊണ്ട് രാമൻ വാതിലടക്കാൻ വേണ്ടി നേരെ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും വരുന്നു ഇഷിത. അപ്പോൾ ഇഷിത ആകെ ടയേർഡായിട്ടാണ് വരുന്നത്. എന്താ ഇത്ര ലേറ്റ് ആയത്, വാ കയറി വാ എന്നും പറഞ്ഞുകൊണ്ട്. അപ്പോൾ ഇഷിതയെ കണ്ട ഉടനെ തന്നെ ഈ ആനന്ദവല്ലി ആണെങ്കിൽ നിനക്ക് തോന്നുന്ന സമയത്ത് കയറി വരാനാണോടി, നീ എന്തിനെ എത്ര പ്രാവശ്യം വിളിച്ചു. അപ്പം മഹേഷ് വരികയാണ്. അപ്പം മഹേഷ് ചോദിക്കുകയാണ്, എവിടെയായിരുന്നു, ആരോടൊപ്പം ആയിരുന്നു എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അങ്ങനെയാണോ. അപ്പോൾ ഈ ആനന്ദവല്ലി ചോദിക്കുകയാണ്, നീ ആരോടൊപ്പം കറങ്ങി നടന്നു, നിൻ്റെ കാമുകനോടൊപ്പമാണോ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനൊരു കാര്യം പറഞ്ഞേക്കാം, ഞാൻ അമ്മയെന്ന് വിളിക്കുന്നത് നല്ല മനസ്സോടു കൂടി തന്നെയാണ്, വേറൊന്നും എന്നെക്കൊണ്ട് വിളിപ്പിക്കാനായിട്ട് നിൽക്കരുത്, എനിക്കതും വിളിക്കാനായിട്ട് നന്നായിട്ട് തന്നെ അറിയാം. പിന്നെ നിങ്ങൾ വലിയ മാന്യനായിട്ടൊന്നും എന്നോട് സംസാരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളെന്താ ചെയ്തത്, നിങ്ങളുടെ ആദ്യ ഭാര്യയോടൊപ്പം പോയത് ഓർക്കുന്നില്ലേ, അവരുടെ റൂമിൽ പോയി അവരെ റൂമിൽ നിന്ന് പിടിച്ചതൊന്നും ഓർക്കുന്നില്ലേ, ഇത്രയൊക്കെ ചെയ്തു കൂട്ടിയപ്പോഴും ഞാനൊന്നും പറഞ്ഞില്ലല്ലോ, നിങ്ങൾ എവിടെയായിരുന്നു, എന്തിനു പോയി എന്നൊക്കെ ഒന്നും ഞാൻ ചോദിച്ചില്ലല്ലോ. അപ്പോൾ ഞാനൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ എന്നോട് ചോദിക്കുന്നോ, ഇതൊന്നും ചോദിക്കേണ്ട ഒരു കാര്യവും നിങ്ങൾക്കില്ല. ഇനി കേട്ടോ, ഞാനേ കാമുകൻ്റെ ഒപ്പമായിരുന്നു, എന്താ നിങ്ങൾക്ക് സമാധാനമായോ. എന്നെ ഇതൊരു കോഫി ഹൗസിൻ്റെ മുന്നിൽ വെച്ച് കണ്ടെന്നല്ലേ പറഞ്ഞത്, ശരിയാ, ഞാൻ കാമുകൻ്റെ ഒപ്പം ആയിരുന്നു, ഇനിയും വൈകും, അതൊന്നും ചോദിക്കേണ്ട ആവശ്യമൊന്നും നിങ്ങൾക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇഷിത ഭയങ്കരമായിട്ടും ദേഷ്യപ്പെട്ടിട്ട് നേരെ കയറി പോവുകയാണ്. അപ്പോഴേക്കും മഹേഷേ, കണ്ടോടാ അവളുടെ തനി സ്വഭാവം നീ കണ്ടോ, ഇതാ ഞാൻ പറഞ്ഞത്, ഇവളെയൊന്നും വിശ്വസിക്കാനായിട്ട് പറ്റില്ലെന്ന്, ഇതൊരു നടക്ക് പോകുമെന്ന് തോന്നുന്നില്ല എന്നും പറഞ്ഞുകൊണ്ട് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇഷിത നേരെ റൂമിലേക്ക് കയറി ചെല്ലുക. റൂമിലേക്ക് കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി നല്ല ഉറക്കം. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ഇഷിതയ്ക്ക് ഭയങ്കര സങ്കടം. ഇഷിത നേരെ ചിപ്പിയുടെ അടുത്ത് പോയി കിടന്ന്, മോളെ അമ്മ വൈകിപ്പോയി, മോൾ അമ്മയോട് ക്ഷമിക്കുക, അച്ഛൻ വന്നപ്പോൾ തന്നെ കാര്യമൊന്നും ചോദിച്ചില്ല, അമ്മയോട് ചൂടായി കയറുകയാണ് ചെയ്തത്, അല്ലെങ്കിലേ അമ്മ സത്യം പറഞ്ഞാനായിരുന്നു, ഒരു ചേട്ടന് വേണ്ടി അമ്മ അവിടെ കാവലിരിക്കുകയായിരുന്നു, ഒരു ചേട്ടന് ആക്സിഡൻ്റ് ആയി മോളെ എന്നും പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ചിപ്പി എണീറ്റ് കഴിഞ്ഞപ്പോഴേക്കും അമ്മ എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുക. പിറ്റേ ദിവസം വെളുപ്പിനായപ്പോൾ തന്നെ നമ്മുടെ ഇഷിതയുടെ അമ്മയാണെങ്കിൽ പൂജാ റൂമിൽ കയറി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എന്നും എൻ്റെ പ്രാർത്ഥന കേൾക്കാറുണ്ട്, പിന്നെ ഇന്നും കൂടി ഒരു പ്രാർത്ഥനയുണ്ടേ, എൻ്റെ മോൾക്കൊരു കുഞ്ഞിക്കാല് കാണണ്ടേ, അവൾക്ക് ചിപ്പി എന്ന് പറഞ്ഞൊരു കുഞ്ഞുണ്ട്, അതേപോലൊരു കുഞ്ഞിനെ കിട്ടിയത് അവളുടെ ഭാഗ്യം തന്നെയാണ്, എന്നാലും ഈ ഒരു ആഗ്രഹവും കൂടി ഒന്ന് സാധിച്ചു തരണമേ, അവളുടെ ജീവിതം മുന്നോട്ട് പോകണ്ടേ, പിന്നെ ഡോക്ടറെ കാണാനായിട്ട് ഞാൻ അവളോട് പറഞ്ഞിട്ടുണ്ട്, പിന്നെ അവളുടെ മേലൊന്ന് കണ്ണു തുറക്കണേ, ഇന്ന് ഇത്രയും മാത്രമേ ഉള്ളൂ കേട്ടോ പ്രാർത്ഥന എന്നും പറഞ്ഞുകൊണ്ട് ഭഗവാന്റെ മുന്നിൽ കൈ കൂപ്പിക്കൊണ്ട് നേരെ ഈ പുണ്യവെള്ളം തളിച്ച് കഴിഞ്ഞപ്പോഴേക്കും നിങ്ങൾ നേരത്തെ എണീറ്റോ, ഞാൻ നേരത്തെ എണീറ്റു, രാവിലെ എണീറ്റിട്ടെ ഈ പത്രം വായിക്കുന്നതേ നല്ലൊരു സുഖമുള്ള ഏർപ്പാട് തന്നെയാണ്, പത്രത്തിൽ എന്തൊക്കെയാ ന്യൂസ് ഒന്ന് നോക്കാൻ വേണ്ടി തന്നെ വന്നതാണ്, ശരി പത്രം വായിച്ചങ്ങനെ ഇരിക്കുക എന്നും പറഞ്ഞുകൊണ്ട്
ഇവർ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ദേ വരുന്നു ആനന്ദവല്ലി കലിയും തുള്ളിക്കൊണ്ട് വരികയാണ്. മക്കളെ വളർത്തണമെങ്കിലേ മര്യാദയ്ക്ക് വളർത്തണം. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നത്? അതെ, പെൺമക്കളെ വളർത്താൻ അറിയില്ലെങ്കിലേ വളർത്താനായിട്ട് നിൽക്കരുത്. ഇന്നലെ അവൾ എപ്പോഴാണ് കയറി വന്ന് നിങ്ങൾക്ക് വല്ല അറിയോ? ഇല്ല. നിങ്ങളൊന്നും അറിയില്ലല്ലേ? ദേ അവള് 3 മണിക്ക് ശേഷമാണ് അവൾ വീട്ടിലേക്ക് കയറി ചെന്നത്. എന്നിട്ട് വന്ന ഉടനെ തന്നെ മഹേഷിൻ്റെ അടുത്ത് ചൂടായി കയറി സംസാരിക്കുന്നു. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം നിങ്ങളോട്. നിങ്ങൾ ചിലപ്പോൾ ഇഷിതയുടെ ചെലവിലായിരിക്കും കഴിയുന്നത്, പക്ഷേ ഞങ്ങളല്ല. ഞങ്ങളോട് കയർത്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നും അവൾക്കില്ല. മഹേഷ് ഒന്ന് ചോദിച്ചെന്ന് വിചാരിച്ചിട്ട് അവൻ്റെ മേൽ കുതിര കയറുന്നോ? നിങ്ങളുടെ മകൾ ഇന്നലെ എവിടെയായിരുന്നു? അത് പിന്നെ ഹോസ്പിറ്റലോ? ഏത് ഹോസ്പിറ്റല്? മഹേഷ് ആ പരിസരം മുഴുവനും തപ്പി, ഹോസ്പിറ്റലും പോയി. എല്ലാം തപ്പിയാണ് മഹേഷ് ലാസ്റ്റ് വീട്ടിലേക്ക് കയറി വന്നത്. പിന്നെ ഈ നിങ്ങളുടെ മകൾ ഇഷിത എവിടെയായിരുന്നെന്ന് അറിയാവോ? ഒരു ചെറുപ്പക്കാരനൊപ്പം ചുറ്റി നടക്കുകയായിരുന്നു. ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഇവർക്കാണെങ്കിൽ ഭയങ്കരേറെ സങ്കടം വരികയാണ്. നിങ്ങൾ എന്തൊക്കെയാണ് പറയുന്നതെന്ന്. ഇനിയേ അവളുടെ വേഷം കെട്ടൊന്നും ഈ വീട്ടിൽ വേണ്ടെന്ന് പറഞ്ഞേര്. അത്ര അഹങ്കാരം വേണ്ട. അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആനന്ദവല്ലി പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇഷിതയുടെ അമ്മ ഭയങ്കര കരച്ചിൽ, കരഞ്ഞുകൊണ്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുക. അപ്പോൾ ഇത് കണ്ടുകഴിഞ്ഞപ്പോഴേക്കും ഭർത്താവ് ചോദിക്കുകയാണ്, ഇതെന്താ, എന്തു പറ്റി നിനക്ക്? ഇതെന്താ, നീ എന്തിനാ കരയുന്നത്? ദേ നമ്മളുടെ മകളുടെ പോക്ക് ശരിയല്ല കേട്ടോ. ദേ ആനന്ദവല്ലി ഇപ്പം എന്നെ കണ്ട് കുറേ കാര്യങ്ങളെല്ലാം പറഞ്ഞു. അവിടെ നല്ല 3:30 കയറി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും കയറി ചെന്ന ഉടനെ തന്നെ മഹേഷിനെ ഭരിക്കുകയായിരുന്നു എന്ന്. ഇങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവോ? അവള് പോകെ ആകെ വഷളായിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയൊന്നും ശരിയാവില്ല. അവളെ നിലക്ക് നിർത്തണം. അവൾക്കൊന്ന് ഫോൺ ചെയ്താൽ എന്തായിരുന്നു? മഹേഷിനെ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കോ? ഇല്ലല്ലോ. അപ്പോൾ ധിക്കാരല്ലേ അവൾ കാണിച്ചത്? അവർ പറയാ എനിക്ക് പെൺമക്കളെ വളർത്താൻ അറിയാൻ പാടില്ലെന്ന്. ഇതൊന്നും എനിക്ക് കേട്ട് സഹിച്ച് നിൽക്കാനായിട്ട് പറ്റില്ല എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുക. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഈ ആനന്ദവല്ലിയുടെ മകളും കൂടി ഇരുന്ന് ഇങ്ങനെ സംസാരിക്കുകയാണ്. എൻ്റെ അമ്മ എങ്ങനെയൊന്നും വെറുതെ വിട്ടാൽ ശരിയാവില്ല. കണ്ടില്ലേ, അവൾ ഇനിയും ഇതേപോലുള്ള പ്രവർത്തികളെല്ലാം ചെയ്യും. പിന്നെ ചിപ്പിയുടെ കാര്യം നോക്കാൻ വേണ്ടി തന്നെയാണല്ലോ. ചിപ്പിക്ക് ഇപ്പം നമ്മളോട് പഴയതുപോലെ സ്നേഹമൊന്നുമില്ല. അവൾക്ക് ആ ഇഷിതയെ തന്നെയാണ് സ്നേഹം. അതെനിക്ക് മനസ്സിലായ കാര്യം തന്നെയാണ്. പക്ഷേ ഇനി അവളുടെ ഒരടവും ഇവിടെ നടക്കാനായിട്ട് പോകുന്നില്ല. ഞാനും ഇഷിതയെ എപ്പോഴയോ സ്നേഹിച്ചിട്ടുണ്ട്. അപ്പം രാമൻ വന്ന് പറയണേ, എപ്പോൾ? ഞാൻ കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ കാണില്ല, നിങ്ങൾക്ക് കാണാനായിട്ട് കണ്ടില്ലല്ലോ. പക്ഷേ അവളുടെ ഓരോരോ വേഷം കെട്ടുകളും ഇനി ഞാൻ വെച്ച് പൊറുപ്പിക്കില്ല. അത് ഉറപ്പുള്ള കാര്യം തന്നെയാണ്. ഇത് കേട്ട രാമനാണെങ്കിൽ അതെ, നിങ്ങൾ ഇഷിതയ്ക്ക് നേരെ തിരിയണ്ടേ. അവളൊരു ഡോക്ടറാണെന്നുള്ള കാര്യം മറക്കരുത്. ഏതെങ്കിലും പോയിസനെ നിങ്ങളുടെ ഭക്ഷണത്തിൽ കലക്കി തന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റയടിക്ക് ചാവില്ല. 1 വർഷം കൊണ്ടേ ചാവുള്ളൂ. ഒറ്റ മനുഷ്യർക്ക് പോലും അത് കണ്ടെത്താനായിട്ട് സാധിക്കൂല. പോലീസ് വന്നാലും നിങ്ങളുടെ സാധാരണ മരണമെന്നേ പറയുള്ളൂ. അതുകൊണ്ട് ഇഷിതയുടെ അടുത്ത് കളിക്കുമ്പോൾ സൂക്ഷിക്കണം. പോരാമോ ഒന്ന്? അവൾ അങ്ങനെയൊക്കെ ചെയ്യും. അവൾ ഉറപ്പായിട്ട് അങ്ങനെ ചെയ്യും. അതുകൊണ്ട് സൂക്ഷിച്ചോ. അപ്പോൾ ഈ മകള് പറയാണ്, അമ്മേ എങ്കിൽ പിന്നെ അവളെ ഇനി ഒരിക്കലും അടുക്കളയിൽ കയറ്റല്ലേ. അടുക്കളയിൽ കയറ്റിക്കഴിഞ്ഞാൽ പണി കിട്ടും. ഇല്ല മോളെ, ഇനി നമുക്ക് 2 പേർക്ക് അടുക്കളയിൽ കയറിയാൽ മതി. അയ്യോ, ഞാൻ അടുക്കളയിൽ കയറില്ല. അമ്മ വേണമെങ്കിൽ അടുക്കളയിൽ കയറിയാൽ മതി. എനിക്ക് അമ്മയുടെ അത്രയും കൈപ്പുണ്യൊന്നും ഇല്ലല്ലോ അമ്മേ. അതുകൊണ്ട് അമ്മ അടുക്കളയിൽ കയറിയാൽ മതി എന്നിങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴാണ് മഹേഷ് അങ്ങോട്ട് വരുന്നത്. അപ്പോൾ മഹേഷിനോട് ചോദിക്കുകയാണ്, എന്താ എടാ അവൾ വല്ലതും പറഞ്ഞോ? ഇല്ല, ഒന്നും പറഞ്ഞൊന്നുമില്ല. എന്നാലും അവൾ ഇന്നലെ അത്രയ്ക്കും ധിക്കാരം കാണിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ഒളിച്ചോടി പോയിരിക്കുന്നു. നിങ്ങളൊന്നും മിണ്ടാതിരിക്കാവോ? അത് വിട്ടേര്. ഇന്നലെ എന്തൊക്കെയോ ഞാനും പറഞ്ഞു പോയി. അപ്പോഴത്തുള്ള അരിശം കൊണ്ടാണ് ഞാനും എന്തൊക്കെയോ പറഞ്ഞു പോയത്. എന്നാലും വന്ന ഉടനെ തന്നെ അവളെന്നോട് കയർത്ത് സംസാരിക്കേണ്ട ആവശ്യമൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ വരുന്നു ഇഷിത ഇറങ്ങി. അപ്പോൾ ഇഷിത പറയുകയാണ്, എനിക്ക് നേരത്തെ തന്നെ പോകണം. എനിക്ക് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് എത്തണം. അതുകൊണ്ട് ഞാൻ പോവുക. പിന്നെ ചിപ്പിയെ ബസ് കയറ്റാനായിട്ട് നിങ്ങൾ ആരെങ്കിലും പോകുക തന്നെ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഇഷിത അവിടെ നിന്ന് പോവുക. അപ്പോൾ ഇഷിത പോയി കഴിഞ്ഞപ്പോഴേക്കും കണ്ടോടാ, അവളിപ്പോൾ ചിപ്പിയെ ഉപേക്ഷിച്ചു. അല്ലെങ്കിൽ എന്താ, ചിപ്പിയുടെ ആരാ അവള്? ആരുമല്ലല്ലോ. അതുകൊണ്ട് അവൾക്ക് എപ്പോൾ വേണമെങ്കിലും ഉപേക്ഷിക്കുകയൊക്കെ ചെയ്യാലോ. നിങ്ങളൊന്നും മിണ്ടാതിരിക്കോ. മനുഷ്യനെ മനസ്സമാധാനത്തോടെ ഭക്ഷണം കഴിക്കാനും സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് മഹേഷ് എണീറ്റ് പോവുകയാണ്. പിന്നീട് കാണിക്കുന്നത് മഹേഷിൻ്റെ ആദ്യ ഭാര്യ. അപ്പോൾ ആദ്യ ഭാര്യയുടെ കൂട്ടുകാർത്തികൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് ഞങ്ങൾ വന്നേക്കാന്നേ മഹേഷിൻ്റെ കാര്യമോ? അപ്പം നീ അപ്പം അത്ര അറിഞ്ഞുള്ളോ? ഞങ്ങളെപ്പോഴും ഡിവോഴ്സ് ആയതാണ്. ലിവിങ് ടുഗെദറാണ്. 2 മക്കളുണ്ട്.
ആ മക്കളെയും കൂട്ടി വരാനോ? ഓക്കെ, വന്നേക്കാം, ശരി, മകന് ഊട്ടിയിലാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഫോൺ വെച്ച് കഴിഞ്ഞപ്പോഴേക്കും വേറൊരു കാഴ്ച ഇവർ കാണുകയാണ്. എന്ന് വെച്ചാൽ കാറ് പോർച്ചിലിടാതെ ആ വഴിയിൽ തന്നെ ഇങ്ങനെ ഇട്ട് വെച്ചിരിക്കുക. അങ്ങനെ ഇത് എന്താണെന്ന് അറിയാമേ, എന്താണ് ഇങ്ങനെ പോർച്ചിൽ കൊണ്ടിടാതെ ഇവിടെ ഇട്ടിരിക്കുന്നത് ആകാശ് എന്നിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരാളുടെ കോൾ വരുന്നത്. ഹലോ, ആരാ എന്ന് ചോദിച്ചപ്പോഴേക്കും ഞാനേ ട്രാഫിക് പോലീസാണ്. അതെ, നിങ്ങളുടെ ഭർത്താവിനോട് വണ്ടിയും കൊണ്ട് വരാനായിട്ട് പറഞ്ഞായിരുന്നല്ലോ. അയ്യോ സാർ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? നിങ്ങളുടെ ഭർത്താവിനെ വിളിച്ച് നോക്കിയതാ, പക്ഷെ കിട്ടിയില്ല. എത്രയും പെട്ടെന്നൊന്ന് വണ്ടിയായിട്ട് വരാൻ പറയണം. ശരി സാർ, ഓക്കെ സാർ, ഞങ്ങൾ പറഞ്ഞേക്കാം എന്നും പറഞ്ഞുകൊണ്ടോട്ടെ ഫോൺ വെക്കുക. അപ്പോൾ ദേ വരുന്നു ആകാശ്. കാരണം ഇന്നലെ കുടിച്ച് പൂസായി കിടക്കുകയായിരുന്നല്ലോ. അപ്പോൾ ഇന്നലെ ആകാശ് എപ്പോഴാണ് ആകാശ് വന്നത് എന്ന് ചോദിച്ചപ്പോഴേക്കും അത് പിന്നെ ഞാൻ വന്നതല്ല, ഞാനൊരു 11:30 വരെയും കാത്തിരുന്നായിരുന്നേ. പക്ഷേ ഉറക്കം വന്നിട്ട് ഞാൻ പോയി കിടന്ന് ഉറങ്ങി. അതുകൊണ്ട് എപ്പോഴാണ് വന്നതെന്ന് അറിയാൻ പറ്റിയില്ല. എപ്പോഴാണ് വന്നത്? ഞാൻ വന്നപ്പോൾ ഒരു 12:30 കഴിഞ്ഞായിരുന്നു. പിന്നെ താൻ ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു, അതുകൊണ്ടാണ് ശല്യപ്പെടുത്താതിരുന്നത്. അല്ല ആകാശേ, വേറൊരു കാര്യമുണ്ട്. സ്കൂളിൽ നിന്ന് വിവരങ്ങളൊന്നും വന്നില്ലല്ലോ. അല്ല, കൊച്ചവിടെ എത്തിയില്ലെന്ന് ഒരു വിവരവും വന്നില്ല. അത് എത്തിയിട്ടുണ്ടാവും. എത്തിയല്ലോ. അല്ല, ആകാശിനെ വിളിച്ചായിരുന്നു? എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചായിരുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞായിരുന്നു. അവിടെ സുരക്ഷിതമായിട്ട് എത്തിയിട്ടുണ്ട്. എന്തോ എനിക്ക് വല്ലാത്തൊരു ടെൻഷനാ ആകാശേ. കാരണം എന്തെന്നില്ലാത്തൊരു ടെൻഷൻ. അവന് ഈ പ്രാവശ്യം വന്നു പോയി കഴിഞ്ഞപ്പോഴേക്കും ചങ്ക് കിടന്ന് പിടയ്ക്കുകയായിരുന്നു. എന്തോ ഒരു വിങ്ങൽ മനസ്സിനുള്ളിൽ. പിന്നെ ആകാശിനെ ട്രാഫിക് പോലീസ് വിളിച്ചായിരുന്നു. എത്രയും പെട്ടെന്ന് വണ്ടിയായിട്ട് ചെല്ലണമെന്നാണ് പറഞ്ഞത്. ഇത് കേട്ട് ആകാശ് ആകെ ഒന്ന് ഞെട്ടി പോവുക. കാരണം എന്താ സംഭവം എന്ന് ആകാശിന് നന്നായിട്ട് തന്നെ അറിയാമല്ലോ. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അവസാനിച്ചിരിക്കുന്നത്. അടുത്തൊരുവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. നമസ്കാരം. താങ്ക് യു. ബൈ.